അൽക്കെമിസ്റ്റ് പ്രസൻസ് മാജിക് അവനിലേക്ക് സ്വാഗതം. മാജിക് അവനിൽ സാധാരണയായിട്ട് നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മോർ ദാൻ 26 ഇയേഴ്സായി നമ്മൾ മാജിക് അവൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഈ കഴിഞ്ഞ 10-26 വർഷമായിട്ട് നമ്മൾ പലതരം വിഭവങ്ങൾ പരീക്ഷിക്കുന്നുണ്ട്. എന്നോടൊപ്പം ഈ ഒരു ജേർണിയിൽ ആദ്യം തൊട്ടേ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇടയ്ക്ക് വന്ന് കയറിയ ആൾക്കാരുണ്ട്, പിന്നെ അന്ന് തൊട്ട് അമ്മമാർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവരോടൊപ്പം ഇരുന്ന് കണ്ടു തുടങ്ങിയ കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ കുറച്ച് എന്താ പറയുക, ടീനേജും കഴിഞ്ഞ് അവരെല്ലാം വീട്ടമ്മമാരായി കഴിഞ്ഞു. അവർക്കും കൊച്ചു മക്കളൊക്കെ ആയിട്ടുള്ള ആ ഒരു ജനറേഷനിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പോൾ പക്ഷെ നമ്മളിങ്ങനെ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതിൽ ഒരുപാട് വിഭവങ്ങൾ, ഇപ്പോൾ ചിക്കൻ ആണെങ്കിലും മത്സ്യമാണെങ്കിലും പുഡിങ്സ് ആണെങ്കിലും റൈസ് ഐറ്റംസ് ആണെങ്കിലും പായസമാണ്, എന്ത് സ്വീറ്റ്സ് ആണെങ്കിലും എല്ലാം നമ്മളിങ്ങനെ പല വെറൈറ്റീസാണ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. കൂടുതലും കേരളത്തിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ കേരളത്തിൻ്റെ തനതായ വിഭവങ്ങളായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കേരള ടച്ചുള്ള കേരളത്തിൻ്റെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന പ്രവാസികളായിട്ടാണെങ്കിലും നാട്ടിലുള്ളവരാണെങ്കിലും ആരാണെങ്കിലും കേരളത്തിലെ എവിടെയാണെങ്കിലും അവരിഷ്ടപ്പെടുന്ന ഭക്ഷണം അത് കൊടുക്കുക എന്നുള്ളതൊരു വലിയ സന്തോഷമാണ് എനിക്ക് ആ റെസിപ്പീസ് ഷെയർ ചെയ്യുമ്പോൾ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവരുപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് അവരുടേതായ തനതായ വിഭവങ്ങളും മാജിക് അവനിലൂടെ പരീക്ഷിക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെയൊക്കെ ഒരു ഇഷ്ടം കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു പരീക്ഷണത്തിൻ്റെ ഒരു എന്താ പറയുക അടുക്കളയും കൂടിയാണ്. എനിക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്താൻ ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ഒരു കാര്യം തന്നെ പല രീതിയിൽ എക്സ്പെരിമെൻ്റ് ചെയ്യും, കോമ്പിനേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി ചെയ്യും. അപ്പോഴെല്ലാം പുതിയ വിഭവങ്ങൾ ഈ അടുക്കളയിൽ നിന്നും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുപോലെ ഇത്രയും ആമുഖം പറഞ്ഞ് എന്തിനാണെന്നില്ലേ. അപ്പോൾ ഇന്നും നമ്മൾ അങ്ങനെ ഒരു പരീക്ഷണത്തിനാണ് പോകുന്നത്. അതായത് ഇതൊരു നോൺ വെജാണ്, പക്ഷേ ഒരു രസവും കൂടിയാണ്. അപ്പോൾ എന്താ അതല്ലേ, അതൊരു ചിക്കൻ രസമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മളിതിന് മുന്നേ ചെമ്മീൻ വെച്ച് സാമ്പാർ ഉണ്ടാക്കിയ ആൾക്കാരാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മീൻ കൊണ്ട് അവിയൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ഒരു പരീക്ഷണമാണ് ഈ ഒരു രസം, ചിക്കൻ രസം. ഇത് ഒരുപാട് ചിക്കനൊന്നും വേണ്ട, കുറച്ച് ചിക്കനിൽ നമുക്കിത് തയ്യാറാക്കാം. വളരെ സ്വാദുള്ള ഈ ഒരൊറ്റ കറി മതി നമുക്ക് ഒരു പറ ചോറുണ്ടാന്നൊക്കെ പറയില്ലേ, അതുപോലെ. അപ്പോൾ എന്തായാലും ചിക്കൻ രസം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ രസം ചേരുവകൾ: ചിക്കൻ 600 ഗ്രാം, എല്ലോടുകൂടി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത്, നല്ല ജീരകം 1 ടീസ്പൂൺ, വെളുത്തുള്ളി ഒരു വലിയ ഉണ്ട, മുഴുവൻ കുരുമുളക് 2 ടേബിൾ സ്പൂൺ, കൊച്ചുള്ളി 10 എണ്ണം ചതച്ചത്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ നിറച്ച, പിരിയൻ മുളകിൻ്റെ പൊടി 1/2 ടീസ്പൂൺ നിറച്ചെടുക്കുക, പച്ചമുളക് 2 എണ്ണം കഷ്ണങ്ങളാക്കിയത്, ടൊമാറ്റോ 3 ഇടത്തരം ഓരോന്നും 6 കഷ്ണങ്ങളായിട്ട് മുറിച്ചത്, കായപ്പൊടി 1/2 ടീസ്പൂൺ, ഉലുവാപ്പൊടി 1/4 ടീസ്പൂൺ, മല്ലിയില അരിഞ്ഞത് ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. ഇനി കടുക് താളിക്കാൻ വേണ്ട ചേരുവകൾ: 1/2 ടേബിൾ സ്പൂൺ എണ്ണ, കടുക് 1 ടീസ്പൂൺ, വറ്റൽമുളക് 3-4, കറിവേപ്പില ആവശ്യത്തിന്, കൊച്ചുള്ളി 3-4 കനം കുറച്ച് നീളത്തിലോ വട്ടത്തിലോ അരിഞ്ഞത്. അപ്പോൾ നമ്മുടെ ചിക്കൻ രസം തയ്യാറാക്കി തുടങ്ങാം. കുറേ ചേരുവകൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു കോഴിയുടെ പകുതി, ഏകദേശം 600 ഗ്രാം ഉണ്ടെന്ന് പറയാം. ഒരു 1-1.25 കിലോയുടെ കോഴി, 600ൻ്റെ കോഴി, അതിൻ്റെ ബാക്കി സ്കിന്നിൻ്റെ ഭാഗമൊക്കെ മാറ്റി വേസ്റ്റൊക്കെ മാറ്റിയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 1-200 ഉണ്ടാകും. അതിൻ്റെ നേർപകുതി എടുക്കുക. അപ്പോൾ ബോൺലെസ് അല്ല, വിത്ത് ബോണാണ് വേണ്ടത്. ഏതാണ്ട് ചില്ലി ചിക്കനൊക്കെ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്താലും മതി. കുറച്ച് വലിയ പീസല്ല, ചെറിയ പീസസായിട്ട് വിത്ത് ബോൺ, അതിൻ്റെ എല്ലോട് കൂടി മുറിച്ചെടുത്ത്. അപ്പോൾ 600 ഗ്രാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കാര്യങ്ങൾ വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു 10-12 കൊച്ചുള്ളി എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കൊച്ചുള്ളി തീരെ ചെറുതല്ല, ഇച്ചിരി വലുതാണ്. ആ വലിപ്പത്തിലുള്ള കൊച്ചുള്ളി ആണെങ്കിൽ ഒരു 10 എണ്ണം ആകാം, ചെറിയ സൈസാണെങ്കിൽ ഒരു 15 എണ്ണം വരെ എടുത്തോളൂ. ഇങ്ങനെ ചതച്ചെടുക്കുക. പിന്നെ വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 3 കാര്യങ്ങൾ. അതായത് ഒരു 2 ടേബിൾ സ്പൂൺ മുഴുവൻ കുരുമുളകും, ഒരു ഉണ്ട, ഒരു ഫുൾ ഗാർലിക്കും, അതിൻ്റെ സ്കിന്നൊന്നും മാറ്റേണ്ട, ഗാർലിക്കിൻ്റെ ഒരു പുറമേ ഉള്ള ജസ്റ്റ് ഒരു സ്കിന്ന് മാത്രം മാറ്റിയാൽ മതി. ഓരോന്നുമായിട്ട് ഇങ്ങനെ എടുത്ത് മാറ്റേണ്ട ആവശ്യമില്ല, കുറച്ച് റഫായിട്ട് ഇങ്ങനെ എടുത്താൽ മതി. ഇത് എല്ലാ കാര്യങ്ങളും പ്ലസ് 1 ടീസ്പൂൺ നല്ല ജീരകവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. അതും നല്ലതായിട്ട് കല്ലിൽ വെച്ചോ അല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിൽ വെച്ചോ ഒന്ന് ചതച്ചെടുക്കുക. അതാണ് വേണ്ടത്. ഇത് 3 കൂടി ചേർന്ന് ചതച്ച കൂട്ടാണിത്. കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ ഇതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ ടെക്സ്ചർ എന്താണെന്നുള്ളത്. വെള്ളമൊന്നും വേണ്ട, തരിതരിപ്പായിട്ട് ഇങ്ങനെ ചതച്ചെടുത്ത്. അപ്പോൾ ഇതും റെഡി. പിന്നെ ബാക്കിയൊക്കെ കാര്യങ്ങളാണ്. ഒരു 3 ടൊമാറ്റോ, ഓരോന്നും 6 പീസസായിട്ട് കട്ട് ചെയ്യുക. 3 മീഡിയം സൈസ് ടൊമാറ്റോ. അപ്പോൾ ഇതിൽ പുളിയുടെ കോഷ്യൻ്റ് അല്ലെങ്കിൽ പുളി എവിടെ നിന്നാണ് വരുന്നതെന്ന് വെച്ചാൽ രസമാണല്ലോ. അപ്പോൾ ഈ ടൊമാറ്റോയിൽ നിന്ന് തന്നെ പുളി വന്നോട്ടെ. പിന്നെ ഉപ്പുണ്ട്, കുറച്ച് കായപ്പൊടിയുണ്ട്, കുറച്ച് ഉലുവാപ്പൊടിയുണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ഇത് എളുപ്പമാണ് ഉണ്ടാക്കാൻ. അതായത് അടുപ്പിലോട്ട് വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് വെക്കാം, എന്നിട്ട് നമുക്ക് അടുപ്പ് കത്തിച്ചു കൊടുക്കാം. പ്രധാനമായിട്ട് ആദ്യം ചിക്കൻ തന്നെ ആയിക്കോട്ടെ. ചിക്കൻ്റെ പീസസ് കാണുന്നുണ്ടല്ലോ, ഈ ഒരു സൈസിലെ പീസസാണ് നമുക്ക് വേണ്ടത്, വിത്ത് എല്ല്.
ഇനി ചിക്കൻ്റെ കൂടെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളക്, ഇതിപ്പോൾ 2 ടേബിൾ സ്പൂൺ കുരുമുളകുണ്ട്, ഒരു വലിയ ഉണ്ട വെളുത്തുള്ളി ഫുള്ള്, പിന്നെ അതിനോടൊപ്പം 1 ടീസ്പൂൺ നല്ല ജീരകം, ഇതെല്ലാം കൂടി ചതച്ചതാണ്, അതും കൂടി ചേർക്കുന്നു. ഇനി കുറച്ച് പൊടികളും കൂടി ചേർക്കാം. ആ പൊടികൾ എന്ന് പറയുമ്പോൾ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ നിറച്ചെടുക്കാം. മഞ്ഞൾപ്പൊടി, പിരിയൻ മുളകിൻ്റെ പൊടി തന്നെ ആയിക്കോട്ടെ, ഏകദേശം ഒരു 1.5 ടീസ്പൂൺ. 1.5 ടീസ്പൂൺ. പിന്നെ വേണ്ടത് മല്ലിപ്പൊടി, അതും നിറച്ചെടുക്കണം, കുമിച്ചെടുക്കുക എന്ന് പറയില്ലേ, 2 ടീസ്പൂൺ നിറച്ച്. പിന്നെ 2 പച്ചമുളക് 2ആയിട്ടോ 3ആയിട്ടോ മുറിച്ചിടാം. പിന്നെ കുറച്ച് ഉപ്പ് ചേർക്കാം. ഉപ്പെല്ലാം ഏത് സ്റ്റേജിൽ വേണമെങ്കിലും നമുക്ക് ചേർക്കാം, കുഴപ്പമില്ല. പിന്നെ ചതച്ച് വെച്ചിരിക്കുന്ന ഒരു 10-12 കൊച്ചുള്ളി, പിന്നെ വേണ്ടത് ടൊമാറ്റോ, 3 ടൊമാറ്റോ, ഓരോന്നും 6ആയിട്ട് മുറിച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഒരു റഫായിട്ടൊക്കെ മിക്സ് ചെയ്താൽ മതി. നമ്മുടെ ചിക്കൻ രസത്തിന് വേണ്ട കൂട്ടാണിത്. എല്ലാം കൂടി മിക്സിങ്. ഇതെല്ലാം ചേർന്ന് വരുമ്പോൾ ഒരു സ്വാദെന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് തുടങ്ങാം. മാറിനേഷനൊന്നും ആവശ്യമില്ല, കുറേ നേരം വെക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇതിപ്പോൾ 1 കപ്പ് ഒഴിച്ചു, 240 ml 1 കപ്പ്. ഇതേ കപ്പിൽ തന്നെ അളന്ന് മൊത്തം 6 കപ്പ് വെള്ളം വേണം. ഇതിപ്പോൾ 2 കപ്പ് എക്സ്ട്രാ, അപ്പോൾ മൊത്തം 3 കപ്പ് ഒഴിച്ച് കഴിഞ്ഞു. ഇനി ഒരു 3 കപ്പ് വെള്ളവും കൂടി ഒഴിക്കും. അപ്പോൾ ടോട്ടൽ 6 കപ്പ് വെള്ളം. ഇതെല്ലാം കൂടി കിടന്ന് തിളയ്ക്കട്ടെ. അങ്ങനെ വീണ്ടും 3 കപ്പ് വെള്ളം. അപ്പോൾ ടോട്ടൽ 6 കപ്പ്. രസമാണ്, അപ്പോൾ നമുക്ക് ഒരുപാട് ഗ്രേവി വേണമല്ലോ. രസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴിച്ച് കഴിക്കുന്ന കാര്യമല്ലേ, അപ്പോൾ ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ചിക്കനിൽ നിന്നൊക്കെ കുറച്ച് വെള്ളം ഇറങ്ങുമല്ലോ എന്തായാലും, അപ്പോൾ അതും ഇതും എല്ലാം കൂടി കിടന്നിട്ട് തിളച്ച് വെന്ത് നല്ലതായിട്ട് ടൊമാറ്റോ ഒക്കെ അങ്ങോട്ട് കുറച്ചുകൂടെ ഒന്ന് കുഴഞ്ഞ് എല്ലാ കാര്യങ്ങളും നല്ല സോഫ്റ്റായിട്ട് വരണം. ഇനി അടുപ്പ് കത്തിക്കാം. ഓക്കെ, ഇനി പാത്രം ഒന്ന് അടച്ചിടാം. അപ്പം നല്ലതായിട്ടൊന്ന് വരട്ടെ. നന്നായിട്ട് തിളച്ച് കുതിക്കുക എന്നൊക്കെ പറയില്ലേ, വെള്ളം ഇങ്ങനെ ആ രീതിയിൽ തിളച്ച് കഴിഞ്ഞിട്ട് പിന്നെ അല്പം തീ കുറച്ചൊരു മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് ബാക്കി വീണ്ടും തിളപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, അത് ടൊമാറ്റോ ഒക്കെ വെന്ത് നന്നായിട്ട് കുഴയണം. പച്ചമുളക്, കൊച്ചുള്ളി, എല്ലാ കാര്യങ്ങളും സമമായി എല്ലാ ഭാഗത്തും ചിക്കനും നന്നായിട്ട് വെന്ത് ഈ ഒരു ചാറ് കുറച്ചുകൂടി കുറയും. ആ ഒരു സ്റ്റേജ് ആകുമ്പോഴാണ് നമ്മുടെ രസം റെഡിയാകുന്നത്. പെട്ടെന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുക്കറിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഇച്ചിരി സമയം എടുത്ത് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. ആ രീതിയിൽ ഉണ്ടാക്കാം. അപ്പം നമുക്കിനി വെയിറ്റ് ചെയ്യാം. ഒരു ഷോർട്ട് മാജിക് ബ്രേക്ക്. അങ്ങനെ നമ്മുടെ ചിക്കൻ രസം തിളച്ചതേ കുറേ നേരമായി തിളയ്ക്കുന്നു. നല്ല തീയിൽ ഒരു ഏകദേശം ഒരു 10 മിനിറ്റ് തിളപ്പിച്ചു. പിന്നെ തീ കുറച്ചു, മീഡിയം ലോ ഫ്ലെയിം ആൻഡ് ദ ലാസ്റ്റ് സ്റ്റേജ് ചെറിയ ഫ്ലെയിം ആക്കി. അപ്പോൾ നമ്മൾ ഒഴിച്ച വെള്ളത്തിൽ നിന്നും ഏകദേശം ഒരു 1.5-2 കപ്പോളം കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് എത്ര ചാറ് വേണം അതനുസരിച്ചിട്ടാണ് കേട്ടോ. പിന്നെന്താ, ഇനി ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചേർക്കണം. ഒരു 1/2 ടീസ്പൂണോളം കായപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി. ഇത്രയും കൂടി ചേർക്കുമ്പോഴാണ് അതിൻ്റെ പെർഫെക്ഷൻ വരും. ഇത് രസമാണേ, ഇത് കഴിക്കുമ്പോൾ ഒരു രസം തന്നെയായിരിക്കും. അത് നല്ല വൈറ്റ് റൈസിൽ ചൂട് ചോറിൽ ഇതിങ്ങനെ കോരി ഒഴിച്ചിട്ട് ആഹാ ഭയങ്കര പറയുമ്പോൾ തന്നെ അറിയില്ല എൻ്റെ സ്വാദം എന്താണെന്ന്. ഇനി കുറച്ച് മല്ലിയില. ഓക്കെ, രസത്തിൽ മല്ലിയില നല്ല കോമ്പിനേഷനാണ്. കുറച്ച് തണ്ടോടുകൂടി ഇടാം. ഓയിൽ ഫ്രീ ആയിട്ട് കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതിങ്ങനെ തന്നെ കഴിക്കാം, ഒരു കുഴപ്പമില്ല. ഇതിങ്ങനെ തന്നെ നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ കംപ്ലീറ്റ്ലി ഒരു ഓയിൽ ഫ്രീ ആയിട്ടുള്ളൊരു ചിക്കൻ്റെ വിഭവമായി കഴിഞ്ഞു. ഇത് ചിക്കൻ ലവേഴ്സിന് വിത്തൗട്ട് ഓയിൽ കഴിക്കാൻ പറ്റിയൊരു നല്ലൊരു രസം. ഇനി കുറച്ച് എണ്ണയൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് താളിച്ചിടാം. അതിന് ഒരുപാടൊന്നും വേണ്ട. ഒരു 1-1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ കുറച്ച് കടുക്, വറ്റൽമുളക്, കറിവേപ്പില പ്ലസ് കുറച്ച് കൊച്ചുള്ളി, ഒരു 3-4 കൊച്ചുള്ളി ഘനം കുറച്ച് വട്ടത്തിനോ നീളത്തിനോ അരിഞ്ഞിട്ട് അതും കൂടി വറുത്തിടാം.
പ്ലസ് അതിനകത്ത് തന്നെ ലാസ്റ്റ് ഇച്ചിരി വേണമെങ്കിൽ കുറച്ച് എന്താ പറയുക കായപ്പൊടി ഉലുവപ്പൊടിയൊക്കെ അതിൽ വേണമെങ്കിൽ ഒരല്പം ഡ്രസ്സിൽ ചെയ്യാം, അങ്ങനെ വേണമെങ്കിൽ. ഓക്കെ, നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഞാൻ എന്തായാലും ഒന്ന് താളിച്ചിടാൻ പോവാണ്. പക്ഷേ ഞാൻ റിയലായിട്ട് പറയുകയാണ്, നിങ്ങൾക്കിത് താളിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം, ഒരു കുഴപ്പമില്ല. ഇത് അടുപ്പിൽ നിന്ന് മാറ്റട്ടെ. കാണുന്നുണ്ടല്ലോ കൺസിസ്റ്റൻസി എല്ലാം, ഇത്രയും ചാറ് വേണം ഒഴിച്ച് കഴിക്കാനുള്ളതാണ്. കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ വെന്ത് നല്ലതായിട്ട് ഇരിക്കുന്നുണ്ട്. ടൊമാറ്റോ ഒക്കെ ഏതാണ്ടൊക്കെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. പുളി എല്ലാം ആവശ്യത്തിന് ഇറങ്ങി, ഉപ്പ് പുളി എരിവ് ഒക്കെ കറക്റ്റാണ്. രസം ഇപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി. ഇനി വേറൊരു ചെറിയ ചീൻചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് താളിച്ചിടാം. ഒരു 1-1.5 ടേബിൾ സ്പൂൺ. ഞാൻ പറഞ്ഞല്ലോ എണ്ണ ഇല്ലാണ്ട് ചെയ്യാം, വിത്ത് ഓയിലാണെങ്കിലും അങ്ങനെ ഒരുപാട് വയറ്റലും കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ എണ്ണ വേണമല്ലോ, അതൊന്നും വേണ്ട, സിമ്പിൾ. ഇതിപ്പോൾ 1.5 എന്നുള്ളത് 1 ടേബിൾ സ്പൂണിലും താളിക്കാമല്ലോ. എണ്ണ ചൂടായി. ഇനി ഇതിലേക്കൊരു 1 ടീസ്പൂൺ കടുക് പൊട്ടിത്തുടങ്ങട്ടെ. ഇനി കൊച്ചുള്ളി സൈസ് അനുസരിച്ചിട്ട് 2-3 ടേബിൾ സ്പൂൺ കിട്ടുന്ന രീതിയിൽ. ഇപ്പോഴത്തെ കൊച്ചുള്ളി വലുതായതുകൊണ്ട് വലിയ കൊച്ചുള്ളി ആണെങ്കിൽ 2 മതിയാകും. ഇത് പെട്ടെന്ന് തന്നെ റെഡിയാകും. അപ്പോൾ ഇനി ഇതിനകത്ത് ചേർക്കേണ്ട കാര്യങ്ങൾ ലാസ്റ്റ് ചേർക്കാം. ഉള്ളിയുടെ കളർ ഇങ്ങനെ മാറി തുടങ്ങുമ്പോൾ വറ്റൽമുളകും കറിവേപ്പിലയും ഒരല്പം, ഒരു നുള്ളെന്നൊക്കെ നമ്മൾ പറയില്ലേ, ഉലുവ ആൻഡ് കായം. ഈ സ്റ്റേജിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി വറ്റൽമുളക് 2, 3, 4 ഒക്കെ ആകാം. മുളകും ഇട്ടു. ഇനി കറിവേപ്പില, നല്ല ഫ്രഷ് കറി. കുറച്ച് മാറി നിൽക്കാം. ഇനി തീ ഒന്ന് കുറച്ചിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാൻ വേണമെങ്കിൽ, കാര്യം ആ ഒരു ചൂട് തന്നെ ധാരാളം. ഇനി ഒരു നുള്ള് 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി കഴിക്കും. തീ ഓഫ് ചെയ്തു. ഇത് ഓൾറെഡി ഞാൻ ഓഫ് ചെയ്തിരുന്നു. ഇനി നേരെ നമ്മൾ ചിക്കൻ രസത്തിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിക്കുന്നു. അങ്ങനെ താളിച്ചൊഴിച്ചു. വാവ്, ഒരു പ്രത്യേക മണമാണ്. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇതിൻ്റെ ഒരു മണം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഒരു സൂപ്പർ രസം റെഡി. അങ്ങനെ ചിക്കൻ രസം വിത്ത് വെള്ളച്ചോറ്, നല്ല ചൂട് ചോറ് കഴിച്ചാൽ അതിഗംഭീരമായിരിക്കും. വേറെ ഒരു കറിയും വേണ്ട. അന്നത്തെ ദിവസത്തേക്ക് നിങ്ങളിത് മാത്രം പ്ലാൻ ചെയ്യുക. അതും ഒരു ഫുൾ കോഴിയൊന്നും വേണ്ടല്ലോ, ഒരു പകുതി കോഴി മതി, 600 ഗ്രാം ധാരാളം മതിയാകും. അങ്ങനെ സ്വാദിഷ്ടമായ ചിക്കൻ രസം റെഡി. അപ്പോൾ ഇനി വിളമ്പ് പാത്രത്തിലേക്ക് മാറ്റട്ടെ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോസസ്സ് മറക്കണ്ട, ഈസിയാണ്, ഒന്നും ചെയ്യാനില്ല. നമുക്ക് വഴറ്റണ്ട, വേറെ ഒന്നുമില്ല. ജസ്റ്റ് വെളുത്തുള്ളി ഒരുണ്ട, പിന്നെ 2 ടേബിൾ സ്പൂൺ കുരുമുളക്, ഇത് 2 കാര്യം, 1 ടീസ്പൂൺ നല്ല ജീരകം, ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കുക. ഒരു 10-12 കൊച്ചുള്ളിയും ഒന്ന് ചതച്ച് വയ്ക്കുക. ഇത്രയേ ഉള്ളൂ അങ്ങനത്തെ കാര്യങ്ങൾ. സവാള അരിയണ്ട, ഒരു കാര്യമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചിക്കൻ 600 ഗ്രാം മതി. ഞാൻ പറഞ്ഞില്ല, 600 എന്നുള്ള 500 ആയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിനകത്തേക്കാണ് ഈ ചതച്ച മസാലകളൊക്കെ ഇടുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് പൊടികൾ മാത്രം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ, പിന്നെ എന്താ പറയുക, നമ്മൾ മല്ലിപ്പൊടി 2 ടീസ്പൂൺ. ഇതൊക്കെ കുമിച്ചെടുക്കുക കേട്ടോ. പിന്നെ എരിവ് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, കൂട്ടവും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതെല്ലാം കൂടി ഇതിനകത്തേക്ക് ചേർക്കുക. പിന്നെ ഇതെല്ലാം കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം, ഉപ്പ് ചേർക്കണം, ടൊമാറ്റോ, പച്ചമുളക് 2 പച്ചമുളക്, പിന്നെ ഒരു 3 ടൊമാറ്റോ, ഓരോന്നും 6 മുറിച്ചിടുക. കുറച്ചുകൂടെ ചെറുതാക്കിയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ വെള്ളം ഒരു 6 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കുക. ആദ്യം നന്നായിട്ടൊരു 10 മിനിറ്റ് തിളപ്പിക്കുക, പിന്നെ ചെറിയ തീയിൽ വീണ്ടും ഒരു 10-15 മിനിറ്റ് തിളപ്പിക്കുമ്പോൾ ഏതാണ്ട് 2 കപ്പ് വെള്ളത്തോളം കുറുകി കഴിയുമ്പോൾ, രസത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, അങ്ങനെ ഭയങ്കര കുറുകൊന്നും വേണ്ട, രസമായിട്ടിരിക്കണം. ഇച്ചിരി കൂടെ വെള്ളം ലൂസാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഉപ്പ് അതനുസരിച്ച് മാറ്റിയാൽ മതി, കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല. പിന്നെ ലാസ്റ്റ് എല്ലാം കഴിയുമ്പോൾ കുറച്ച് കായപ്പൊടിയും ഉലുവാപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, ലാസ്റ്റ് മല്ലിയില അരിഞ്ഞതും, പിന്നെ ഒരു താളിക്കൽ. ഇത്രയേ ഉള്ളൂ. താളിക്കുമ്പോൾ 2-3 ചെറിയ ഉള്ളിയും കൂടി അരിഞ്ഞിട്ട് താളിക്കുക. അതിലും 1 നുള്ള് ഉലുവ 1 നുള്ള്
കായപ്പൊടിയും കൂടി ചേർത്താൽ കുറച്ചുകൂടി കേമാവും. അത്ര യെസ്. ഇനി ഇത് നമ്മൾ വിളമ്പ് പാത്രത്തിലേക്ക് മാറ്റും. കൺസിസ്റ്റൻസി കാണുന്നുണ്ടല്ലോ, ഇത് നമുക്ക് ഒഴിച്ച് കഴിക്കേണ്ട കറിയാണ്. അങ്ങനെ നമ്മുടെ ചിക്കൻ രസം ബൗളിലേക്ക് ഞാൻ മാറ്റി കഴിഞ്ഞു. ആഹാ, ഇതാ മണമെന്ന് അറിയാമോ, ഈ മുറി കംപ്ലീറ്റ് കിച്ചൺ വാസ് നല്ലൊരു ഫ്ലേവർ കൊണ്ട് ഇങ്ങനെ ഇവിടെ നിൽക്കാൻ വയ്യാത്ത അത്ര മണമായിരുന്നു. ഇത് കണ്ടാൽ മാത്രമല്ല ഉണ്ടാക്കുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്ന ഒരു സ്വാദാണ്. അപ്പം മറക്കാണ്ട് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ രസത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കിയാൽ എന്തുകൊണ്ട് ഇന്നൊരു ചിക്കൻ രസം ഉണ്ടാക്കി കൂടാൻ തോന്നും. അപ്പോൾ ഒരു കോഴിയെ മേടിച്ചിട്ട് 3 ഭാഗം വെച്ചിട്ട് 1/3 എടുത്താലും ഇതുപോലെ ഒരു രസം നിങ്ങൾക്ക് തയ്യാറാക്കാം. അപ്പോൾ ചിക്കൻ്റെ ഒരു ഫ്ലേവറും കിട്ടും. അത് ആ രസമൊക്കെ ചേർന്ന് ബാക്കി കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ സാധാരണ ഒരു രസം കഴിക്കുന്ന പോലെ തോന്നുകയും ചെയ്യും. അറ്റ് ദ സെയിം ടൈം ആ ചിക്കൻ്റെ ഫ്ലേവറും കിട്ടും. അടിപൊളിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച നമ്മുടെ ചിക്കൻ രസം എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുണ്ടാക്കാൻ വളരെ സിമ്പിളാണ്, ഒരുപാട് അധ്വാനമൊന്നും വേണ്ട. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക. സ്വാദിൻ്റെ കാര്യത്തിൽ നമ്പർ 1 ആണ്. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.